ഹലോ നമസ്കാരം. മൈൻഡ് സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹന. മാനസിക രോഗങ്ങളിൽ നമുക്കേറെ കേട്ട് പരിചയമുള്ള ഒന്നായിരിക്കും വിഷാദ രോഗം. നമ്മളിൽ പലരും ഇത്തരമൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ശരിക്കും എന്താണ് ഡിപ്രഷൻ? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോവാറുണ്ട്. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ചിലർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുടെ മരണം, അതും അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പരാജയപ്പെടുന്നത്, ഫിനാൻഷ്യലി ഉള്ള സ്ട്രഗ്ലിങ്സ്, ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ. അത്തരം സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്, ഒരുപാട് സങ്കടം വരാറുണ്ട്, പ്രയാസം തോന്നാറുണ്ട്. ഇത്തരം സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു സങ്കടമാണോ ഡിപ്രഷൻ? കാരണം ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ് എന്നൊക്കെ. ശരിക്കും അതൊരു ഡിപ്രഷനാണോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിലൊരു സാഡ് ഇവൻറ്റ്സ് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസാണ് സങ്കടം, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ഇമോഷനാണ് സങ്കടം. ഡിപ്രഷൻ എന്നത് ശരിക്കും ഒരു ഇമോഷനല്ല, അതൊരു കണ്ടീഷനാണ്, അഥവാ ഒരു രോഗാവസ്ഥയാണ്. തിരിച്ചറിയപ്പെട്ടില്ലെങ്കിൽ, പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിലെ മുഴുവൻ സന്തോഷങ്ങളെയും നശിപ്പിച്ച് കളയും. എന്തുകൊണ്ടാണ് നമ്മളിൽ ഡിപ്രഷൻ ഉണ്ടാവുന്നത്? അതിനൊരുപാട് റീസൺസ് ഉണ്ട്. ചിലരിൽ ജനിതകമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും ഡിപ്രഷൻ ഉണ്ടാവുന്നത്. മറ്റു ചിലരിൽ ബ്രെയിനിലുള്ള ഡോപ്പമിൻ, സെറോട്ടോണിൻ, നോറഫിനെഫ്രിൻ തുടങ്ങിയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ഒരു ഇംബാലൻസ് കാരണവും ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. ചിലരിൽ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാവാറുണ്ട്. അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്നതാണ്. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിൽ ഉണ്ടാവുന്ന ഡിപ്രഷൻ, അതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന ഡിപ്രഷനാണ്. അതുപോലെ ക്രോണിക് ഇൽനസ് കാരണം, ക്യാൻസർ, ഡയബറ്റീസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നവരിൽ ചിലപ്പോൾ ഡിപ്രഷൻ കാണാറുണ്ട്. മറ്റു ചിലരിൽ ചില മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന അവയുടെ സൈഡ് എഫക്റ്റ് കാരണം ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. അതായത് കൊക്കെയിൻ പോലുള്ള മെഡിസിൻ, അതുപോലെ ചില ബീറ്റ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള അറ്റനലോൾ, മെറ്റോപ്രോലോൾ തുടങ്ങിയ ഡ്രഗ്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ട്രോമാറ്റിക് ഇവൻറ്റ്സ്, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ ഡിപ്രഷന് കാരണങ്ങളാണ്. അപ്പോൾ ഡിപ്രഷൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സ്ഥായി ആയിട്ടുള്ള ഒരു വിഷാദഭാവം, അതാണ് ഡിപ്രഷൻ്റെ ആദ്യ ലക്ഷണം. അതായത് എത്ര ദിവസം കഴിഞ്ഞാലും നമ്മുടെ ആ പെയിൻ അല്ലെങ്കിൽ വിഷമം ഒട്ടും ഫെയ്ഡ് ആവുന്നില്ല. എന്താണ് റീസൺ എന്ന് നമുക്ക് അറിയുന്നില്ല. അകാരണമായിട്ടുള്ള ഒരു വിഷമം, അത് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിഷമമാണ്. ഇതൊരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനായിട്ടോ ഒന്നും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, അത്തരത്തിലുള്ളൊരു സങ്കടം. അതുപോലെ ഡിപ്രഷൻ്റെ മറ്റൊരു ലക്ഷണമാണ് മുമ്പ് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ സന്തോഷത്തോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും, അതായത് യാത്ര ചെയ്യുന്നത്, പുസ്തകങ്ങൾ വായിക്കുന്നത്, സിനിമ കാണുന്നത്, പാട്ട് കേൾക്കുന്നത്, ഇപ്പോൾ അതിൽ നിന്നൊന്നും നമുക്കൊരു സന്തോഷം തോന്നാത്തൊരവസ്ഥ. അതും ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമാണ്. അകാരണമായിട്ടുള്ള ഒരു ക്ഷീണം, അതാണ് ഡിപ്രഷൻ്റെ മറ്റൊരു ലക്ഷണം. നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം എന്നറിയുന്നില്ല. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല, അധ്വാനിച്ചിട്ടില്ല, എന്നിരുന്നാലും ഭയങ്കര ക്ഷീണമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട്ടിലിൽ തന്നെ കിടപ്പാണ്. പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. അത്തരമൊരവസ്ഥ. അതുപോലെ മറ്റൊന്നാണ് ഉറക്കക്കുറവ്. അതായത് നമ്മൾ സാധാരണ എണീക്കുന്നതിനേക്കാൾ വളരെ നേരത്തെ എണീക്കുക, 2 മണിക്കൂർ മുമ്പൊക്കെ എണീക്കുക, അത്തരമൊരവസ്ഥ. സ്ഥിരമായിട്ട് 6 മണിക്ക് എണീക്കുന്ന വ്യക്തിയാണെങ്കിൽ 4 മണിക്ക് എണീക്കുക. പിന്നീട് നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റുന്നില്ല. ക്രമേണ രോഗം മൂർച്ഛിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാതെ ആവുന്നു. അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും ഉറങ്ങാൻ കഴിയുന്നില്ല. ഇനി അഥവാ ഉറങ്ങിയാലും പെട്ടെന്ന് എണീക്കുന്ന ഒരവസ്ഥ, ഒരു റീഫ്രഷിങ് ഫീല് കിട്ടില്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടുന്നില്ല, അത്തരമൊരവസ്ഥ. പിന്നെ മറ്റൊന്നാണ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വിശപ്പില്ലായ്മ. അതായത് മുമ്പ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ചില ഫുഡുകൾ, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില ഫുഡ് പോലും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. അതായത് പഠനത്തിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഒന്നും തലയിൽ കയറുന്നില്ല. ഇനി അഥവാ പഠിച്ചതാണെങ്കിൽ അതൊക്കെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇനി ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ജോലി ചെയ്യുന്നതിലൊക്കെ തെറ്റുകൾ പറ്റിപ്പോവുകയാണ്, അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത്തരമൊരവസ്ഥ. പിന്നെ അതുപോലെ വേറൊരു പ്രശ്നമാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ വളരെ സ്ലോ ആയി പോവുക. അതായത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭയങ്കര സ്ലോ ആയി പോവുക, അത്തരമൊരവസ്ഥ.
ഡിപ്രഷന്റെ മറ്റൊരു ലക്ഷണമാണ് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ, അകാരണമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തൽ. നമ്മൾ ചെയ്ത ചില തെറ്റുകളാണ് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. അതുപോലെ വിഷാദാത്മകമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ, അതായത് നമ്മളെ ആരും ഇതിൽ നിന്ന് രക്ഷിക്കാൻ വരില്ല, നമുക്കൊരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിയില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, അത്തരത്തിൽ ഒരുപാട് തോന്നലുകൾ ഉണ്ടാവുക. ഡിപ്രഷന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ് സൂയിസൈഡൽ ടെൻഡൻസി, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുക. നമുക്ക് ജീവിക്കാനുള്ളതിനേക്കാൾ ധൈര്യം മരിക്കാനാണ് തോന്നുക, മരണത്തെക്കാൾ ഭയം ജീവിതത്തോട് തോന്നുന്ന ഒരവസ്ഥ. അതൊക്കെ ഡിപ്രഷന്റെ ഓരോ ലക്ഷണങ്ങളാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുക. ഡിപ്രഷൻ ചികിത്സിച്ചാൽ നമുക്ക് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയും. നിങ്ങളിൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ട ചികിത്സ തേടുക. ചെറിയ തോതിലുള്ള പ്രശ്നമാണെങ്കിൽ കൗൺസിലിംഗിലൂടെ സൈക്കോ തെറാപ്പിയിലൂടെയും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരു മോഡറേറ്റ് ടു സിവിയർ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും. ചിലപ്പോൾ പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, ഡിപ്രഷന്റെ മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുമോ, ഒരു തവണ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മളത് ലൈഫ് ലോങ് എടുക്കേണ്ടി വരുമോ എന്നൊക്കെ. അതൊരു തെറ്റായ ധാരണയാണ്. നമുക്ക് പതിയെ പതിയെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ നിർത്താൻ സാധിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ ശ്രമിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. തെറാപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് നിർദ്ദേശിക്കുക. ഇതൊരു സാധാരണ സങ്കടമാണ്, അത് തനിയെ മാറിക്കോളും എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്